മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പുതിയ ട്രിപ്പൊക്കെ ബസ് സ്വയം ഓടിച്ച് ഉദ്ഘാടനം ചെയ്യാറുണ്ട്. KSRTCയിൽ ശമ്പളവുമില്ല, ശമ്പള പരിഷ്കരണവുമില്ല എന്നതാണ് സ്ഥിതിയെങ്കിൽ കളക്ഷൻ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം കെ മുരളീധരൻ ചോദിക്കുന്നു. ബസ് ഓടിക്കാൻ ആവശ്യമായ ഹെവി ലൈസൻസ് മന്ത്രിയുടെ കയ്യിലുണ്ടോ? പരിശോധിക്കുന്ന മോട്ടോർ വെഹിക്കിൾ വകുപ്പും മന്ത്രിയുടെ കയ്യിലായ സ്ഥിതിക്ക് ആർക്ക് ഇതൊക്കെ അന്വേഷിക്കാൻ നേരം? പിടിച്ചിരുന്നോണം, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. എന്നാൽ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ മന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് കുറേ വിദ്വാന്മാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് റെക്കോർഡ് കളക്ഷനാണ്. ഇപ്പോൾ നഷ്ടത്തിലാണെന്നുള്ള അഭിപ്രായം ഇല്ല. റെക്കോർഡ് കളക്ഷൻ. ആ കളക്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? മന്ത്രി വണ്ടി ഓടിച്ചിട്ടാണോ? മന്ത്രി ഏതോ 1-2 ബസ്സൊക്കെ ഓടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹെവി ലൈസൻസ് ഇല്ലാത്തവർ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല, ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. ആനേൻ്റെ പുറത്ത് പിന്നെ ആർക്കും കയറാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആന വണ്ടിക്ക് അങ്ങനെയല്ല. ആന വണ്ടി ഓടിക്കണമെങ്കിൽ ഹെവി ലൈസൻസ് വേണം. ആനപ്പുറത്ത് കയറുന്ന പോലെയല്ല ആന വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മവ. താൻ ആരാ? ഹരിചന്ദ്രൻ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ. മാസത്തിൻ്റെ ആരംഭത്തിൽ ശമ്പളം കൊടുക്കാത്ത കേരളത്തിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായി KSRTC മാറിയിരിക്കുക. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ശമ്പളം കൂട്ടിത്തരുന്ന കാര്യമല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടുനടക്കാൻ പറ്റുമോ മാഷെ? ശമ്പള പരിഷ്കരണത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ശമ്പളം ഉണ്ടെങ്കിലല്ലേ പരിഷ്കരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ശമ്പളം തന്നെയില്ല, പിന്നെ പരിഷ്കരണവും ഇല്ല, DA ഇല്ല, ഒരു ഏർപ്പാടും ഇല്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.